ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഓവണും ബീറ്ററും അതുപോലെ തന്നെ കോഴിമുട്ടയും ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ചോക്ലേറ്റ് കേക്കാണ്. അതുപോലെ തന്നെ ഇത് കുക്കറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്നൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഉള്ളിലൊക്കെ നല്ല സ്പോഞ്ച് പോലത്തെ ഒരു കേക്കാണ്. നല്ല ഒരു പെർഫെക്റ്റ് കേക്ക് തന്നെ പറയാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ. നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈരാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ശരിക്കും ഒരു വിസ്കിൻ്റെ ഉപയോഗം തന്നെ നടക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര, ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ. ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് 2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒറ്റയടിക്ക് നമുക്ക് ചിലപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് പാല് വേണം കേട്ടോ. ഒരു 1/2 കപ്പ് പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് കേട്ടോ. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബാറ്റർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എയർ ബബിൾസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സ്റ്റവ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു തട്ട് ഇതേപോലെ വെച്ച് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ കുക്കർ വെക്കാനായിട്ട്. വെയിറ്റ് ഇടാതെ വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആദ്യം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ടൊരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒരു കത്തി വെച്ചിട്ടൊന്ന് നോക്കുക. അപ്പോൾ കത്തിയുടെ മുകളിൽ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് കുറച്ച് നേരം മാറ്റി വെക്കണം. അതിന് ശേഷം വേണം ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷേ എന്നാലും നല്ലൊരു അടിപൊളി നല്ല സോഫ്റ്റിൽ വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര സോഫ്റ്റാണെന്ന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് 4 മണിക്ക് ചായയ്ക്കും അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് കേക്കൊക്കെ കഴിക്കണം തോന്നുമ്പോൾ ഇതേപോലെ കോഴിമുട്ടൊന്നും ഇല്ലാതെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത സിമ്പിൾ റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.